ഹലോ ഹായ്, ഇതെങ്ങോട്ടേക്കാണെന്നായിരിക്കും അല്ലേ. ഞാൻ കുറച്ച് തുണിയുണ്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ കാത്ത് നിൽക്കുന്ന. മഴയുണ്ട്, ഓട്ടോ വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ കൊച്ചിന് തന്നെ ദേഷ്യം പിടിച്ച് എൻ്റെ മുടിയെല്ലാം പിടിച്ച് വലിക്കുന്നുണ്ട്. കുറച്ച് സമയമായി ഇറങ്ങി നിൽക്കുന്നു. അപ്പം ഞാൻ കുറേ ആയി തുണി തയ്ക്കണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് പോകാനും മടി, പോയിട്ടില്ല. പിന്നെ അമ്മു വന്ന സമയത്ത് ഞാൻ എന്തൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ പോകുമ്പോഴത്തേക്കും തയ്ച്ച് കിട്ടണം പറഞ്ഞിട്ട് കൊച്ചിനെയും കൊണ്ട് അവിടെ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ എന്താക്കി, ഓട്ടോ വിളിച്ച് ഓട്ടോ വന്നപ്പോഴത്തേക്കും അപ്പം ഞങ്ങൾ ഓട്ടോയിൽ പോയിട്ടോ. കുറച്ചടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഇവിടെ ഈ റൂം കണ്ടോ, ഇത് തയ്ക്കുന്ന റൂമാട്ടോ. അവർ തുണി തയ്ക്കുന്ന റൂമാണ്. പിന്നെ ഇപ്പുറത്ത് ഫാൻസി കുറച്ച് ഡ്രസ്സ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ലാബും കൂടി, പിന്നെ ബ്ലഡൊക്കെ പരിശോധിക്കുന്ന അതും കൂടി ഉണ്ട് കേട്ടോ. ഇവർ അച്ഛന് സുഖമില്ലാത്ത സമയത്തൊക്കെ ഇവരാട്ടോ വരുക. മാസത്തിൽ ടെസ്റ്റ് ചെയ്യാനും കാര്യത്തിനും ഷുഗറും പ്രഷറും നോക്കാനൊക്കെ ഇവരാണ് വരുത്ത്. പിന്നെ അപ്പോൾ നമുക്കെല്ലാം കൊണ്ടും ഒരു ചെറിയൊരു ഇവിടെ ഈ ടൗണിലടുത്ത് തന്നെ ഉള്ളതുകൊണ്ട്. പിന്നെ അമ്മൂനാണെങ്കിൽ തയ്ക്കാനൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ ആ കടേൻ്റെ ഉള്ളിൽ നിന്ന് അമ്മൂനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കണം കേട്ടോ. അമ്മു പിന്നെ 2 ടോപ്പോ വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള 2 ടോപ്പൊക്കെ മേടിച്ച്. പിന്നെ എനിക്ക് 2 തോർത്ത് വേണമായിരുന്നു, കളർ തോർത്ത് ഇത് വേണമായിരുന്നു. അപ്പോൾ 2-3 തോർത്തും മേടിച്ച്. പിന്നെ എനിക്ക് കമ്മൽ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഫാൻസിയും കാര്യങ്ങളൊക്കെ, ചെറിയ കടയായാലും കുറച്ച് നല്ല സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി, എനിക്ക് വേണ്ട 2 കമ്മലും ഒരു ക്യൂടെക്സ് എടുത്തിട്ടോ. പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്ക് ചായക്ക് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓട്ടോയിൽ ഇരുന്ന് അമ്മു എന്താക്കി കടയിൽ പോയിട്ട് ചായക്ക് മേടിക്കാൻ പോയപ്പോഴത്തേക്കും ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കട. ഞാൻ പറഞ്ഞിരുന്ന ടൗൺ ഇതാട്ടോ, ചെറിയ ടൗൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീടിൻ്റെ അടുത്തില്ലേ. പക്ഷേ ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കട കേട്ടോ. പിന്നെ മില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ്. പിന്നെ ഇവിടെ നിൽക്കുന്ന മീൻ ഇത്രേ ഉള്ളൂ കേട്ടോ.